എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഞാൻ സാക്ഷി പറയുന്ന എൻ്റെ രണ്ടാമത്തെ മോന് വേണ്ടിയാണ്. എൻ്റെ മോൻ്റെ തലയിൽ 4 മുഴയായിരുന്നു. അത് ദിവസം പ്രതി വളർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഈ ആരാധനയിൽ പങ്കെടുത്തു. ആരാധന കഴിഞ്ഞതിന് ശേഷം സിസ്റ്ററിനോട് പറഞ്ഞ് എൻ്റെ കൊച്ചിന് തലയിൽ മുഴയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുത വിടുതലെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ എൻ്റെ പിള്ളേരെ 4 മുഴയും പൂർണ്ണമായി യേശുപ്പ എടുത്തു മാറ്റി. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പേ സാക്ഷിയായി നിർത്തിയ യേശുപ്പച്ചിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ചൂട് സമയമാകുമ്പോൾ ശരീരമാകെ ചൊറിഞ്ഞ് മുറിയുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ പല ഹോസ്പിറ്റലിൽ കടന്നുപോയി, പല ടെസ്റ്റുകൾ നടത്തി. ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ത്വക്ക് കട്ടിയില്ല, ബ്ലഡിന്റെ കുഴപ്പമാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 2016 പശുക്കോട്ടുകോണം CSI ദേവാലയത്തിൽ ബ്രദറിന്റെ 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബമായ കൂട്ടായ്മയിൽ പങ്കെടുത്തു. 3-ാം ദിവസം പ്രാർത്ഥനാ സമയത്ത് ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരി ബ്ലഡിലെ വിഷാംശം കാരണം ചൊറിച്ചിലാൽ വളരെ ഭാരപ്പെടുന്നു, ഇപ്പോഴും ചൊറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ആ കൂട്ടായ്മയിൽ തന്നെ കർത്താവ് എന്നെ തൊട്ട് പരിപൂർണ സൗഖ്യം നൽകി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച യേശു കർത്താവിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഭ്രമിച്ചുകൊള്ളുന്നു. ദൈവമേ നന്ദി. മറ്റു ഒരു ചിന്തയും അരുത്, അലസത അരുത്. ദൈവനാമം മഹത്വം മാത്രം. ആർപ്പിടുക, ആർപ്പിടുക, ആർപ്പിടുക. അടങ്ങി നിൽക്കരുത്, അടങ്ങി നിൽക്കരുത്. യാവരും നന്ദി, 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 നന്ദി. കൃപ, ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ എല്ലാരിലും, എല്ലാരിലും. സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. അടങ്ങി നിൽക്കരുത്. ആർപ്പിടുക, ആർപ്പിടുക. യാവരും ശബ്ദമായി, 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 ശക്തിയോട്, ശക്തിയോട്, ശക്തിയോട്. റഗ്ഗാല ജനശലധര. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. പുതിയ കൃപ, പുതിയ കൃപ. യാവരിലും, യാവരിലും, യാവരിലും. നന്ദി, നന്ദി,
നന്ദി. രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. സത്യവഴിയോ വാണ്ടിലുമായ യേശുരാജൻ പാദം സത്യവഴിയോ മായ യേശുരാജൻ പാദം സത്യവഴിയോ. അഗ്നി 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 അഭിഷേകത്തി. ദൈവമേ, അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല ദൈവമേ, ആമേൻ. ഇരിക്കാം. മത്തായി സുവിശേഷം 24 4 വചനം. മാത്യു ചാപ്റ്റർ 24 verse 4. മത്തേയു എഴുതിന സുവിശേഷം 24 അധികാരം 4 വചനം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. God yourself that no one deceives you. வேதம் சொல்லுகிறது, ஒருவனும் உங்களை வஞ்சியாதபடி எச்சரிக்கையாயிருங்கள். It's a message of warning in the new year. 2017 ആദ്യ ഉപവാസ കൂട്ടായ്മയിൽ സ്വർഗത്തിലെ ദൈവം ഒരു മുന്നറിയിപ്പിന്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. ഹല്ലേലൂയ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ ദൈവജനമേ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, മർക്കോസ് 13:6 വാസ്തവ വിരുദ്ധമായ അവകാശവാദം നമ്മ തെറ്റിക്കും. ആമേൻ. വാസ്തവ വിരുദ്ധമായ അവകാശവാദം നമ്മ തെറ്റിലേക്ക് നയിക്കും, നമ്മ തെറ്റിക്കും. മർക്കോസ് 13:6. 1 കൊരിന്ത്യർ 3:18 വചനം നമ്മ പഠിപ്പിക്കുന്നു, സ്വയം ജ്ഞാനിയെന്ന് നടക്കുന്നവൻ നിന്നെ തെറ്റിക്കും. ഹല്ലേലൂയ. മൂന്നാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-6 വചനത്തില് ബൈബിൾ says empty word shall deceive you. വെറുതെ വാക്ക്, ആർക്കും ഒരു പ്രയോജനമില്ലാത്ത വെറുതെ വാക്ക് നിന്നെ തെറ്റിക്കും. നാലാമത് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സദൃശവാക്യം
24, 28 കള്ളസാക്ഷ്യം പറയുന്ന അതരം ദൈവജനമേ നമ്മെ തെറ്റിക്കും. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12:9 നമ്മെ പഠിപ്പിക്കുന്നു. The devil, the old serpent, Bible says, shall deceive you. പഴയ പാമ്പ്, ലോകത്തിന്റെ ആത്മാവ്. 1 കൊരിന്ത്യർ 2:10 പ്രകാരം. ദുഷ്ടൻ എഫേസ്യർ 6:16 പ്രകാരം. യോഹന്നാൻ 10:10 പ്രകാരം. കള്ളൻ, സാത്താൻ ലോക ജനത്തെ തെറ്റിക്കുന്നവൻ. വെളിപ്പാട് പുസ്തകം 12:9 പ്രകാരം. ദൈവ പൈതലേ, യേശു മഹാരാജാവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെയും എന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് പരാജയത്തിലേക്ക് അല്ല. ആമേൻ. പരാജയത്തിലേക്ക് അല്ല. God called you and me to overcome. ജയാളികളായി. ആമേൻ. Be successful therefore. എല്ലാറ്റിലെയും ജയാളികളായി. അതാണ് യേശു കർത്താവ് അരുളി ചെയ്തത്. യോഹന്നാൻ 16:33 ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ ജയം, അതേ ജയം. ജാതി, മതം, വിഭാഗം, കളർ, ഭാഷ, അതിർത്തി, നാട്, വീട്, ഇവിടെ പ്രശ്നമേ ഇല്ല. ഈ നാളിക മുതൽ എന്നെ രക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ച് യേശുവിന് ദൈവ പൈതല് നിന്റെ ഉള്ള് ഏൽപ്പിച്ചു കൊടുക്കുമോ? ജയം നിന്റെ മുമ്പിൽ ഉണ്ട്. ജയം നിന്റെ മുമ്പിൽ ഉണ്ട്. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് രാവിലെ സ്വർഗം കനിഞ്ഞ് നമ്മോട് അരുളി ചെയ്യുന്ന 4 രഹസ്യങ്ങൾ. 1, വെറുക്കേണ്ടതിനെ വെറുക്കണം. ബൈബിൾ കിങ് ശാലോമൻ മുഖാന്തരം ക്ലിയറായി ദൈവജനത്തെ പഠിപ്പിക്കുന്നത് ദോഷം വെറുക്കുക. ആമേൻ. ഹേറ്റ് ഈവിൾ. സദൃശവാക്യം 8:13 ദോഷം വെറുക്കുക, പാപം വെറുക്കുക, അന്യായം വെറുക്കുക, വേശ്യത്തനം വെറുക്കുക, കൈക്കൂലി വെറുക്കുക. ഹേറ്റ് ഈവിൾ. എതിർത്ത് നിൽക്കേണ്ടതിനോട് എതിർത്ത് നിൽക്കണം. 2ാമത്തെ രഹസ്യം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബ് ലേഖനം 4:7 ദൈവ പൈതല് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. 2ാമത്തെ രഹസ്യം. 3, സ്നേഹിക്കേണ്ടവനെ പൂർണ്ണമായി സ്നേഹിക്കുക. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ. ലവ് ഗോഡ്. ലവ് ഗോഡ്. ആവർത്തനം 6:5 പ്രകാരം. സദൃശവാക്യം 8:13 പ്രകാരം. യാക്കോബ് ലേഖനം 4:7 പ്രകാരം. വെറുക്കേണ്ട പാപപ്രവർത്തനം വെറുക്കുക. എതിർത്ത് നിൽക്കേണ്ട സാത്താനോട് ദൈവജനമെ എതിർത്ത് നിൽക്കുക. ഉടയ തമ്പുരാൻ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് കരുതുന്ന രക്ഷിതാവാം ദൈവത്തെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക. 4, സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കുക. Then you shall be successful. Then you shall be an overcomer. നീ ജയാളിയായി തീരും. ആമേൻ. ഹല്ലേലൂയ.
എന്റെ ആയുഷിൻ ദിനമൊക്കെയോ തിരുനാമ മഹത്വത്തിന എന്റെ ആയുഷിൻ ദിനമൊക്കെയോ തിരുനാമ മഹത്വത്തിന ஒரு கைட்டிரிப்போ ஆமென் மாவில் மாற நீடும் ஞான் ஒரு கைட்டிரிப்போல் எரிഞ്ഞൊരിക്കൽ നാവിൽ മാറ നീടും ഞാൻ ദൈവ കൈകൾ ഉയർത്തി ബലമായി അവൻ വഴികൾ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ശ്രയിച്ചു അഗ്നിയിൽ കത്തുക ദൈവശക്തിയിൽ കത്തുക സൂക്ഷിക്കേണ്ടതിന് സൂക്ഷിക്കുക പാപത്തെ വെറുക്കുക സൈത്താനോട് എതിർത്ത് നിൽക്കുക യേശുവിനെ പൂർണ്ണ ഹൃദയത്തോട് ദൈവ പൈതലെ സ്നേഹിക്കുക ദൈവകൃപ നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു ദൈവകൃപ നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു ഓറാ ബറശാലദന്ധനദബ നന്ദി 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 ഓ ജീസസ് ആരെ സൂക്ഷിക്കണം വിജയകരമായ ജീവിതം ഈ പുത്താണ്ടിൽ ദൈവജനമേ നീയും ഞാനും കരസ്ഥമാക്കുവാൻ ആരെ സൂക്ഷിക്കണം നമ്പർ 1 മത്തായി സുവിശേഷം 10-ാം അധ്യായം 17-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ ഹല്ലേലൂയ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ നമ്പർ 1 God yourself from human മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ ഏത് മനുഷ്യർ ഗവൺമെന്റിലുള്ള മനുഷ്യർ മാത്രമല്ല ബഹുമാനപ്പെട്ട കോടതിയിലുള്ള മനുഷ്യർ മാത്രമല്ല അവിശ്വാസികളായ മനുഷ്യർ മാത്രമല്ല സുവിശേഷത്തെ എതിർത്ത് നിൽക്കുന്ന മനുഷ്യർ മാത്രമല്ല ബൈബിൾ നമ്മ ക്ലിയറായി പഠിപ്പിക്കുന്നു മത്തായി സുവിശേഷം 21-ാം വചനത്തിൽ സഹോദരൻ തന്റെ സഹോദരനെ സൂക്ഷിക്കണം ആമേൻ അപ്പൻ മകനെ സൂക്ഷിക്കണം അമ്മയപ്പന്മാരെ മക്കൾ സൂക്ഷിക്കണം നീ ക്രിസ്തുവിന്റെ ഉത്തമ പൈതലായി നിന്റെ ജീവിതം സ്വർഗം നോക്കി നീ ക്രമീകരിക്കുമ്പോൾ ആദ്യ ശത്രു നിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഉരുവാകും ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ ആമേൻ എന്തുകൊണ്ട് ലോക മനുഷ്യന്റെ ചില സ്വഭാവങ്ങൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സംഖ്യ 23-ലെ 19-ാം വചനത്തിൽ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന മോശെ തന്റെ പഞ്ചഗ്രന്ഥത്തിൽ സ്വർഗത്തിലെ ദൈവത്തെ പുകഴ്ത്തി എഴുതിയ ഒരു വചനമാണ് God is not a man to lie. അതിൽ മറമുഖമായി ഒരു ലോക മനുഷ്യന്റെ സ്വഭാവം പ്രതിഫലിക്കുന്നു ബോഷ്ക് പറയുവാൻ വ്യാജം പറയുവാൻ കള്ളം പറയുവാൻ ദൈവം മനുഷ്യനല്ല അതിന്റെ അർത്ഥം മനുഷ്യന്റെ ബേസിക് സ്വഭാവം വ്യാജമാണ് ഹല്ലേലൂയ
அல்லேலூயா. ஆகையால் பைபிள் நம்ம படிப்பிக்கின்ற மனுஷன் வியாஜமுள்ளவன். ஆகையால் மனுஷனை நீ சூழ்ச்சிச்சு கொள்ளணும். ஏற்ற நல்ல உதாகரணம் 2 ராஜாக்கன்மார் 5ஆம் அத்தியாயத்தில் வேத புஸ்தகம் நம்ம படிப்பிக்கின்ற நயமான் 6ஆம் தேசத்திலே ராஜாவின் സൈനിക മേധാവി എലിശാ പ്രവാചകന്റെ മുമ്പിൽ മുട്ടുകുത്തി എലിശയുടെ ദൈവം മനസ്സലിഞ്ഞ് ജാതിയോ മതമോ നോക്കാതെ നയമാനെ സവിക്കമാക്കി. മനസാക്ഷിയുള്ള നയമാൻ ചില സമ്മാനം എലിശയ്ക്ക് കൊടുത്തപ്പോൾ ദൈവത്തെ മാത്രം സാക്ഷി നിർത്തി കർത്താവിനെ സേവിക്കുന്ന എലിശ നിരസിച്ചു. എലിശയുടെ അടുക്കൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. എലിശയുടെ സഹായി പേര് ഖേഗസി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ഖേഗസി ഫോളോഡ് നയമാൻ. നയമാനെ പിന്തുടർന്നു പോയി ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കള്ളം പറഞ്ഞ് വെള്ളിക്കട്ടിയും 2 കൂട്ടം വസ്ത്രമും കൈക്കലാക്കി വേലക്കാട് തലയിൽ പിടിച്ചു കൊടുത്ത് വീട്ടിൽ ഭദ്രമായി വെച്ച് പൂട്ടി. ഒന്നും അറിയാത്തതുപോൽ കർത്താവിന്റെ അഭിഷക്തദാസൻ എലിശയുടെ മുമ്പിൽ കയ്യും കെട്ടി വന്നപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് എലിശ ചോദിക്കുന്നു, where have you been? My son, where have you been? നീ എവിടെയായിരുന്നു മകനെ? നീ എവിടെ പോയിരുന്നു മകനെ? അവന്റെ മറുപടി, അടിയൻ എങ്ങും പോയില്ല. മനുഷ്യന്റെ ബേസിക് നേച്ചർ, ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യന്റെ ബേസിക് നേച്ചർ വ്യാജം. എന്റെ ഹൃദയം നീ പോയതും നീ കള്ളത്തനം കാണിച്ചതും എന്റെ ഹൃദയം കണ്ട്. ഹല്ലേലൂയ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, വ്യാജം ദൈവസന്നിധിയിൽ കാണിച്ച ഖേഗസിയും തലമുറയും കുഷ്ഠം പിടിച്ച് കുഷ്ഠത്തിന്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന്. സഹോദരങ്ങളെ, നീ ദൈവ പൈതലാണ്. സഹോദരന്മാരെ, നിങ്ങൾ ദൈവമക്കളാണ്. ആകയാൽ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. മനുഷ്യൻ വ്യാജം സംസാരിക്കുന്നവൻ. രണ്ടാമത്, വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ജെരേമിയ 17ആം അധ്യായം 9ആം വചനത്തിലെ എല്ലാറ്റിനേക്കാളും ഒരു മനുഷ്യന്റെ ഹൃദയം കപടം നിറഞ്ഞത്. The Bible says, of all things in the entire world, the heart of a man is so wicked and deceitfully cunning. വ്യാജം നിറഞ്ഞത്. രണ്ടാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് കപടം ഉള്ളവൻ മനുഷ്യൻ. എന്താണ് കപടം? ഇരുമുഖം. പള്ളിയിൽ ഒരു മുഖം, വെളിയിൽ ഒരു മുഖം. വീട്ടിൽ ഒരു മുഖം, നാട്ടിൽ പോയാൽ വേറൊരു മുഖം. ഇരുമുഖം. അപ്പൻ ഇസഹാക്കിന്റെ മുമ്പിൽ അനുഗ്രഹം തട്ടിപ്പറിക്കുവാൻ മുട്ടുകുത്തിയ യാക്കോബിൽ ഉണ്ടായിരുന്നത് ഇരുമുഖം. ജ്യേഷ്ഠന്റെ ശരീരം, അവന്റെ ശബ്ദം. ഇരുമുഖം. രണ്ടാമത് ഇരു മനസ്സ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, അപ്പന്റെ 2 മക്കളിൽ മത്തായി സുവിശേഷം 21ആം അധ്യായം 28ആം വചനത്തിലെ ഒന്നാമത്തവനോട് അപ്പൻ കൽപ്പിക്കുന്നു മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് വേല പാർക്കുവാൻ. അവൻ ഉടനെ പറഞ്ഞ് മനസ്സില്ല. മനസ്സില്ല എന്ന് പറഞ്ഞവൻ അനുദപിച്ച് അനുസരിച്ച്. ആമേൻ. മറ്റവൻ പോകാമെന്ന് പറഞ്ഞവൻ പോയേയില്ല. 2 മനസ്സ്. അതാണ് കപടം. ഏത് ലോക മനുഷ്യനും ഇരുമുഖം ഉള്ളവൻ, ഇരു മനസ്സ് ഉള്ളവൻ. ദൈവ പൈതലേ, നീ മനുഷ്യരെ
സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ കൈവെടിഞ്ഞിടുമ്പോ ലോകത്തിൻ താങ്ങുകൾ ലോകക്കാർ എല്ലാരും കൈവെടിഞ്ഞിടുമ്പോ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദര കൈകൾ ഉയർത്തി ബലമായി കൂട്ടാളിയാണ് ക്രിസ്തീയ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ. വാ തുറന്ന് കൈകൾ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ആർപ്പിടുക, 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 ആർപ്പിടുക. അടങ്ങിയിരിക്കരുത്. ഓ, അഗ്നിയിൽ കത്തുക, അഗ്നിയിൽ കത്തുക. വെറുക്കേണ്ട പാപ സ്വഭാവം വെറുക്കുക. എതിർത്ത് നിൽക്കേണ്ട പിശാചിനോട് എതിർത്ത് നിൽക്കുക. സൂക്ഷിക്കേണ്ടതിന് ദൈവപൈതലെ സൂക്ഷിക്കുക. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. പ്രത്യേകിച്ചും 5 വയസ്സുവരെ ഉള്ള കുട്ടികളെ കർത്താവ് തൊടുന്ന് കൈക്കുഞ്ഞുമായി ദൈവസന്നിധിയിൽ നിന്നൊരു അത്ഭുതവുമായി കൈക്കുഞ്ഞുമായി എത്തിയിരിക്കുന്ന അമ്മമാർ, സഹോദരന്മാർ ഒന്ന് എഴുന്നേൽക്കുക. മറ്റവർ കൈകളെ ഉയർത്തി കൈകളെ തട്ടി രാജാവിനെ മഹത്വപ്പെടുത്തുവീൻ. 5 വയസ്സിന് താഴെ 5 വയസ്സിന് താഴെ കൈക്കുഞ്ഞുമായി എത്തിയിരിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക. കർത്താവിന്റെ അത്ഭുത കരം കുഞ്ഞുങ്ങളെ തൊടുന്ന് പേയ സാത്താന് സേവിച്ച നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ ഉള്ള ശാപം യേശുവിൻ നാമത്തിൽ ആ കുഞ്ഞിൽ നിന്ന് വിട്ടുപോകുന്നു. മാറി മാറി ഡോക്ടർമാരെ കണ്ടിട്ടും വിട്ടുപോകാട്ടെ എന്നുമുള്ള രോഗം റഗാല ജഞ്ചന ശാലത തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു. ഓ ജീസസ്, ദൈവകൃപ, 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 ദൈവകൃപ ആ പച്ച കുഞ്ഞുങ്ങളിൽ ഇറങ്ങുന്നടാ, ഇറങ്ങുന്നടാ, ഇറങ്ങുന്നടാ. ഗ്ലാൻഡിന് കുറവുള്ള അസ്ഥികളിൽ നെർവ് സിസ്റ്റത്തിൽ രോഗം എന്ന് കണ്ടുപിടിക്കപ്പെട്ട ഒരു പൈതലെ കർത്താവ് തൊട്ട് നേരെയാക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്റെ ഇടതുഭാഗത്തിൽ ഒരു പെൺകുട്ടി, ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആ കുഞ്ഞ്, വാൽവിൽ കേടുപാടുള്ള കുഞ്ഞിനെ കർത്താവ് തൊടുന്നു. ഓ, ആ കുഞ്ഞ് ഭാവിയിൽ എന്റെ രാജാവിനെ സേവിക്കുവാൻ പോകുന്നു. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, സൗഖ്യം നൽകുന്ന ദിവ്യ ശക്തി നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കാം. മക്കളില്ലാത്തവർ വേഗം എഴുന്നേൽക്കുക. ആരും കണ്ണുകൾ തുറക്കരുത്. ഓ, ജനശാലത രഗാലതം ധനദബ. ദൈവകൃപ, ദൈവകൃപ. യേശുവേ,
ആരുടെ പോരായ്മയും ദൈവം കണക്കെടുക്കരുത്. ജീവൻ ഇറങ്ങട്ടെ, ജീവൻ ഇറങ്ങട്ടെ. മറ്റവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ജീവന്റെ കരം ഈ കുഞ്ഞുങ്ങളിൽ ഇറങ്ങട്ടെ. ഓ ഓ ദൈവമേ നന്ദി, നന്ദി. ഗർഭത്തെ അടച്ചിരിക്കുന്ന ദുഷ്ടന്റെ കരം ഓ ടീ 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 ടീ. ഇവർക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന പേയുടെ അമ്പുകൾ നുറങ്ങുന്നടാ, നുറങ്ങുന്നടാ. It's broken. Every arrow shot by the devil is broken. യേശുവിൻ നാമത്തിൽ ടീ 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 ടീ. ഓ നന്ദി, നന്ദി, നന്ദി. ദൈവം ഒരു തലമുറയെ വച്ചതിനായി നന്ദി. ഇരിക്കാം. രണ്ടാമത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. ഉറങ്ങിയോ? മനുഷ്യരെ സൂക്ഷിപ്പിൻ. കാരണം ഒരു ലോക മനുഷ്യന്റെ അടിസ്ഥാനം വ്യാജമാണ്. കേഹസി ഭാരതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവനായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി. വ്യാജം, കള്ളം, കപടം, ഇരുമനസ്, ഇരുമുഖം. സൂക്ഷിച്ചുകൊള്ളുക. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിലെ ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആരാണ് ഇവർ? വേദപുസ്തകം 66 പുസ്തകങ്ങളിൽ ജോന എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അതിൽ 4 അധ്യായങ്ങളുണ്ട്. അവിടെ ഒരു ദൈവവേലക്കാരനെ കുറിച്ച് നാം കാണുന്നു. ഒന്ന്, ജോനയുടെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളുണ്ട്. ആദ്യ അധ്യായത്തിൽ ഈ പ്രവാചകൻ ജോന ദൈവത്തെ വിട്ടുകൊടുന്നു. ലീവിംഗ് ഗാഡ്, ഫ്ലീയിങ് ഫ്രം ഗാഡ്. ദൈവത്തെ വിട്ടുകൊടുന്ന ദൈവത്തിന്റെ പ്രവാചകൻ. ദൈവം തൊട്ടപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെ നോക്കി ഓടുന്ന പ്രവാചകൻ ജോന. 3-ാമത്തെ അധ്യായത്തിൽ അടി കിട്ടി പാഠം പഠിച്ച് ഇപ്പോൾ ദൈവത്തിന് ഒപ്പം ഓടുന്ന ജോന. 4-ാമത്തെ അധ്യായം വരുമ്പോൾ ദൈവത്തെ പുറന്തള്ളിയിട്ട് ദൈവത്തിന്റെ മുമ്പായി ഓടുന്ന ജോന. പ്രിയമുള്ളവരെ, ആകാത്ത വേലക്കാര ദൈവ പൈതലെ സൂക്ഷിച്ചുകൊള്ളുക. നമ്പർ 1, ആകാത്ത വേലക്കാരന്റെ മുമ്പിൽ നിൽക്കുന്ന ആദ്യ ഘടകം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ജോനയോട് പോകാൻ പറഞ്ഞ പട്ടണത്തിൽ പോയില്ല, അവിടെ തന്നിഷ്ടം. അവൻ ഇഷ്ടപ്പെട്ട പട്ടണത്തിലേക്ക് പോയി. പല അനുഭവങ്ങൾ കൂടെ അവൻ കടന്നുപോയി. 40 ദിവസമാകുമ്പോൾ നിനിവെ പട്ടണം നിർമൂലമാകും, മാനസാന്തരപ്പെടുവിൻ. ഒരു പാപി നശിച്ചു പോകുന്നതിലല്ല, അവൻ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വരുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവം യേശുവിന്റെ സ്വഭാവം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവസാനം യോനയുടെ പ്രസംഗം കേട്ട് നിനിവെ ജനം ഉപവസിച്ച് മാറത്തടിച്ച് നിലവിളിച്ച് നേരെയായി. My God of conversion, Bible says, He changed His mind and saved all the people.
മനസ്സലിവിന്റെ ദൈവം തന്റെ മനസ്സ് മാറ്റി ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു 1,20,000 ആത്മാക്കളെയും ദൈവം രക്ഷിച്ചപ്പോൾ ഈ പ്രസംഗിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പ്രസംഗം നടന്നില്ലല്ലോ, ഞാൻ പ്രവചിച്ചത് നടന്നില്ലല്ലോ. യോന 4:1 നമ്മ പഠിപ്പിക്കുന്നു, ഇറ്റ് ഡിസ്പ്ലീസ്ഡ് ഹിം. അനിഷ്ടമായി ദൈവത്തിന്റെ തീർമാനം ദൈവ വേലക്കാരന് അനിഷ്ടമായി. അതിന്റെ അർത്ഥം ഇവന് ചില സ്വന്തം ഇഷ്ടങ്ങൾ ഉണ്ട്. സ്വന്തം ഇഷ്ടമുള്ളവൻ ദൈവത്തിന്റെ വേലക്കാരൻ അല്ല. ദൈവത്തിന്റെ ഇഷ്ടം നടപ്പാക്കുന്നവൻ ദൈവ വേലക്കാരൻ. ആമേൻ. ബിലയാം പ്രവാചകൻ സംഖ്യാ പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം ക്ലിയറായി ഇൻസ്ട്രക്ഷൻ നൽകുന്നു. ഇതാ മോവാബ് രാജ്യത്ത് നെരുങ്ങി വരുന്ന ഇസ്രായേൽ ജനം എന്റെ സ്വന്തം ജനം. Therefore at any cost you should not go and curse them, you go and bless them. ഇവർ എന്റെ ജനമാണ്. ഏത് കാരണത്താലും ചെന്ന് നീ ശപിക്കരുത്, നീ അവർ അനുഗ്രഹിക്കണം. സംഖ്യ 22:19 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന, ചട്ടം, ദൈവത്തിന്റെ ഇഷ്ടം, ഹിതം, പദ്ധതി നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ എന്നെ ശ്രദ്ധിക്കണമേ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ബാലാക് കിങ്ങിന്റെ പ്രഭുക്കന്മാർ സന്മാന പൊതിയുമായി ബിലയാമിന്റെ അടുക്കൽ വന്ന് അവരെ ശപിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സംഖ്യ 22:8-19 ഈ പ്രവാചകൻ അവർക്കൊരു ഇൻസ്ട്രക്ഷൻ നൽകുന്നു. ഈ രാത്രി ഇവിടെ താമസിച്ചുകൊള്ളുക. അതിന്റെ അർത്ഥം ഇവന്റെ ഉള്ളിൽ ഒരു ഹിതമുണ്ട്. ദൈവ ശബ്ദത്തിന് വിരോധമായി ഇവന്റെ ഉള്ളിലെ ഒരു പദ്ധതി ഉണ്ട്. സന്മാനം വാങ്ങി ദൈവജനത്തെ ശപിക്കുവാൻ. ദൈവത്തിന്റെ കൽപ്പനയോ അവർ എന്റെ ജനമാണ്, നീ ശപിക്കരുത്. തന്റെ ഇഷ്ടം അവൻ നിറവേറ്റി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സംഖ്യ 30:1 ഒരു ദൈവ വേലക്കാരന് സംഭവിക്കാത്തത് അവന് സംഭവിച്ച് വാള് കൊണ്ട് ചെത്ത്. ആമേൻ. ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചുകൊള്ളുക. നമ്പർ 1. രണ്ടാമത് ആകാത്ത വേലക്കാർ ആർ? 1 തന്നിഷ്ടം, ദൈവ ഇഷ്ടം ഉപേക്ഷിച്ചിട്ട് തന്റെ ഇഷ്ടം ചെയ്യുന്നവർ. രണ്ടാമത് ആകാത്ത വേലക്കാരൻ 2 തിമോത്തിയോസ് 3:5 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി ത്യജിക്കുന്ന ആളുകൾ. ആമേൻ. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 3:5 നമ്മ പഠിപ്പിക്കുന്നു. കാണാൻ നല്ല പ്രസംഗി, നല്ല ദൈവവേലക്കാരൻ, നല്ല പാസ്റ്റർ, പക്ഷെ ഉള്ളിലെ കർത്താവിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾ. ശക്തിയില്ലാത്ത ആളുകൾ എന്നല്ല ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ദോസ് ഹു ഡിനൈ ഗാഡ്സ് പവർ, എതിർത്ത് നിൽക്കുന്നവർ. വേഷം, ഭക്തിയുടെ വേഷം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു ദൈവാത്മാവിനോട് എതിർക്കുന്നവർ, ദൈവശക്തിയോട് എതിർത്ത് നിൽക്കുന്നവർ. പ്രിയമുള്ളവരെ, പുതിയ നിയമ സഭയുടെ കോൺക്രീറ്റ് അടിസ്ഥാനം ഒറ്റ വാക്ക്, യേശു കർത്താവിന്റെ ഒറ്റ വാക്ക്. അപ്പോസ്തല പ്രവൃത്തികൾ 1:4 പിതാവാം ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് വരെ വെയിറ്റ്. ഹല്ലേലൂയ. കാത്തിരുപ്പീൻ, കാത്തിരുപ്പീൻ, കാത്തിരുപ്പീൻ.
ദൈവാത്മാവിന്റെ നിറവിനായി കാത്തിരുപ്പീൻ. വേദ പുസ്തകം നമ്മ ക്ലിയറായി പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ അപ്പർ ചാമ്പറിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ദൈവമക്കൾ 120 പേരിൽ വാനം തിറന്ന് ത്രിയേക ദൈവത്തിന്റെ മൂന്നാമവൻ പരിശുദ്ധാത്മാവാം ദൈവം അഗ്നിയായി 120 പേരിലും നിറഞ്ഞ് God's promise therefore been fulfilled. കാത്തിരുന്നവർ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ആ കാത്തിരിപ്പിന്റെ നാളുകൾ കഴിഞ്ഞുപോയി. ഇന്ന് നീ കാത്തിരിക്കേണ്ട. ദൈവാത്മാവ് ഇവിടെ ഉണ്ട്. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങള് വിഭാഗ വ്യത്യാസമില്ലാതെ, മൊണ്ണമോ എളിയവനോ എന്നുള്ള വ്യത്യാസമില്ലാതെ, നിനക്ക് ഉള്ളിൽ ദാഹമുണ്ടോ? നിനക്ക് ഉള്ളിലെ എരിവ് ഉണ്ടോ? എനിക്ക് ആത്മനിറവ് വേണം എന്നുള്ള ദാഹമുണ്ടോ? പ്രാപിച്ചെടുക്കുക. റിസീവ്, നോട്ട് വെയിറ്റിംഗ്, റിസീവ്. പ്രാപിച്ചെടുക്കണം. ഈ ലോക മനുഷ്യന് ഒരു സ്വഭാവമുണ്ട്. ഭൗതിക കാര്യങ്ങളിൽ അവൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുമ്പിലാണ്. ആത്മീയ കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് പുറകോട്ടും. പ്രിയമുള്ളവരെ, യഹൂദന്മാരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച വീഴ്ചയും പരാജയവും പുതിയ നിയമസഭയെ നിന്റെ ജീവിതത്തിൽ അരുത്. ബൈബിൾ നമ്മ ക്ലിയറായി പഠിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 12-ാം വചനത്തിലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവശബ്ദത്തോട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, നിങ്ങള് ഈജിപ്തിന്റെ മരുഭൂമിയിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന യഹോവ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആവർത്തിക്കുന്ന ദൈവജനം ശ്രദ്ധിക്കണമേ. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ മരുഭൂമിയിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന യഹോവ. ആവർത്തനം 6:12. മോശെ ദൈവസന്നിധിയിൽ പോയപ്പോൾ പുറപ്പാട് പുസ്തകം 32:1 ഇസ്രായേൽ ജനം നിലവിളിക്കുന്നു, ഞങ്ങള് ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന യഹോവ അല്ല, മോശെ എവിടെ? തെറ്റ് മനസ്സിലാക്കി ആ തെറ്റ് നീ ആവർത്തിക്കരുത്. വിടുവിച്ചത് ദൈവമാണ്. ജനം വീണ്ടും വീണ്ടും ഉരുയിടുന്നത്, where is Moses who set us freed from Egyptian clutches? എവിടെ മോശെ? വിടുവിച്ചവൻ എവിടെ? ഒരു സ്റ്റെപ്പ് പുറകിൽ. യഹോവയെ മഹത്വപ്പെടുത്തേണ്ട ജനം മോശയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, രണ്ടാമത് യുഗങ്ങൾ മാറി. യഹോവ ദൈവം തന്നെ. യോഹന്നാൻ 10:31, യോഹന്നാൻ 16:8, എബ്രായർ 10-ാം വചനത്തിലെ, കൊലോസ്യർ 2:9, 1 തിമോത്തിയസ് 3:16, God Jehovah himself took human form in the form of Jesus Christ and came down. യഹോവ ദൈവം തന്നെ യേശുവായി ഭൂമിയിൽ ഇറങ്ങി വന്ന്, അന്ന് യേശുവിന് മഹത്വപ്പെടുത്തേണ്ട ഇസ്രായേൽ സമൂഹം ഇവൻ തച്ചന്റെ മകൻ എന്ന് എഴുതിത്തള്ളി. അവൻ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ ഇവൻ പേയുടെ ശക്തി കൊണ്ട് ഭൂതം പുറത്താക്കുന്നു എന്ന് എതിരായി സംസാരിച്ചു. ഞങ്ങൾ അറിയുന്ന ദൈവം യഹോവ മാത്രം, ഇവനെ ക്രൂശിപ്പീൻ. യഹോവയെ മഹത്വപ്പെടുത്തേണ്ടവർ മോശയെ മഹത്വപ്പെടുത്തി. യേശു രക്ഷിതാവിനെ മഹത്വപ്പെടുത്തേണ്ട ഇസ്രായേൽ ജനം മെസ്സിയെ തള്ളിക്കളഞ്ഞ് പഴയ ചരിത്രത്തിലേക്ക് കടന്നുപോയി യഹോവയെ ഉയർത്തി. ഇന്ന് ടുഡേ ദൈവാത്മാവിന്റെ യുഗമാണ് പ്രിയമുള്ളവരെ.
ചോദിക്കുന്ന ഏവനെയും വക്കോളമല്ല കവിഞ്ഞ് ഒഴുകോളം നിറയ്ക്കുന്ന ദൈവ സമൂഹം ഇവിടെ ഉണ്ട്. ആസ്ക് ആസ്ക്. ചില പള്ളികൾക്കും ചില കൂട്ടായ്മകൾക്കും ഉള്ളതല്ല. യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ പള്ളിക്കും ഓരോ സഭയ്ക്കും ഓരോ സമൂഹത്തിനും ഉള്ളതാണ് ദൈവാത്മാവിന്റെ നിറവ്. പുതിയ നിയമ ഭാഗത്തില് ബലത്തെ സ്റ്റേറ്റ്മെന്റ് പൗലപ്പോസ്തലൻ എഴുതുന്ന എഫേസ്യർ 5:18 therefore be filled in Holy Spirit. ആകയാൽ ദൈവാത്മാവിന്റെ നിറവ് ഇന്ന് പ്രാപിപ്പിൻ. ഇന്ന് കൃപാവരങ്ങൾ ജ്വലിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് പുൽക്കൂടും കെട്ടി സ്റ്റാറും കെട്ടി ജനം അങ്ങനെ ജഡിക ഉല്ലാസത്തിൽ മുങ്ങി ജീവിക്കുമ്പോൾ കർത്താവ് പരിതപിക്കുന്നു. ആത്മനിറവ് എവിടെ? ആത്മനിറവ് എവിടെ? ആത്മീയ സ്റ്റെപ്പിൽ, ആത്മീയ അനുഭവത്തിൽ ഒരു സ്റ്റെപ്പ് പിമ്പിലല്ല, നീയും ഞാനും ഒരു സ്റ്റെപ്പ് കർത്താവിനെ കൂട്ടുപിടിച്ച് ഒരു സ്റ്റെപ്പ് മുമ്പിലാകണം. ആമേൻ. ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു ഭക്തിയുടെ വേഷം. ബട്ട് ദീസ് പീപ്പിൾ ഡിനൈ ഹോളി സ്പിരിറ്റ്. സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെ ഉള്ളവരെ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. நல்லவனே வல்லவனே பொன்னு காண்டனே ஹல்லல் தீர்க்காம் என்னோ வன்னு சேர்த்திடுமென்னே. ஏ நல்லவனே வல்லவனே பொன்னு ஹல்லல் தீர்க்காம் என்னோ வன்னு ചേർത്തിടുമെന്നേ. തുല്യമില്ല മോദത്തോട് വീണകളേണ്ടി തുല്യമില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വാണിടുവാന ഹല്ലേലൂയ. ഗാനം പാടി വാണിടുവാന. നിങ്ങൾ ആരും തെറ്റിക്കാതിരിക്കേണ്ടതിന് പ്രിയമുള്ളവരെ സൂക്ഷിച്ചുകൊള്ളുക. കൊള്ളേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളണം. പാപത്തെ വെറുക്കണം. പിശാചിനെ എതിർക്കണം. ദൈവത്തെ സ്നേഹിക്കണം. ആരേക്ക് സൂക്ഷിച്ചുകൊള്ളണം? കപടമും ഇരുമുഖമും ഇരുമനസ്സും വ്യാജമും ഉള്ള മനുഷ്യനെ സൂക്ഷിച്ചുകൊള്ളുക. രണ്ടാമത് ദൈവ പൈതലെ വേഷം ഭക്തിയുടെ വേഷമായിരിക്കും. ശക്തി ത്യജിക്കുന്ന ആളുകൾ ദൈവഭക്തന്മാർ സമഞ്ച് നിന്റെ മുമ്പിൽ വരാറുണ്ട്. സൂക്ഷിച്ചുകൊള്ളുക. മൂന്നാമത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വചനം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നായ്കളെ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. Beware of dogs. ഈ നായ്കൾക്കുള്ള ചില സ്വഭാവങ്ങൾ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് തന്നെ അരുളി ചെയ്യുന്ന മത്തായി സുവിശേഷം 15:26 മക്കൾക്ക് ഉള്ളത് നായ്ക്കുട്ടികൾക്ക് ഇടരുത്. ആമേൻ. ആരാണ് കർത്താവ് ഇവിടെ മക്കളെന്നും നായ്ക്കുട്ടികളെന്നും സൂചന നൽകുന്നത്? ഇസ്രായേൽ ജനം, സാക്ഷാൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ ജനം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ആദ്യ വരികളിൽ വിഗ്രഹം ഉണ്ടാക്കി വിഗ്രഹം നിർമ്മിച്ച്
വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ആ ഇരുളിന്റെ മാർഗത്തിലായിരുന്ന ആബ്രഹാം ദൈവശബ്ദം കേട്ടപ്പോൾ ദൈവത്തെ തിരിച്ചറിഞ്ഞ്. ആമേൻ. കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലപ്പോസ്തലൻ എഴുതുന്ന 1 കൊരിന്ത്യർ 15:34 ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, തിരിച്ചറിവാനുള്ള ശേഷി നഷ്ടപ്പെട്ട് കണ്ടതെല്ലാം ദൈവങ്ങൾ. ദൈവം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിന് നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്നവൻ, ധന്യനായ ഏകാധിപതി, ഭയങ്കരൻ, ദഹിപ്പിക്കുന്ന അഗ്നി, ഒരു മനുഷ്യനും ഇവനെ കണ്ടിട്ടില്ലാത്ത മഹാഭയങ്കരൻ. ഈ ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് പരിജ്ഞാനമില്ല. ആബ്രഹാമിന് പരിജ്ഞാനമുണ്ടായി. ഇരുളിൽ ജീവിച്ചിരുന്നിട്ടും ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഒരാളിന് ഉണ്ടായപ്പോൾ ആ സമൂഹത്തെ ദൈവം മക്കളായി സ്വീകരിച്ചു. ആമേൻ. ആ ഇസ്രായേൽ സമൂഹത്തെ ദൈവം മക്കളായി സ്വീകരിച്ച് ആ മക്കൾ യഹോവ ദൈവം തന്നെ മെസ്സിഹയായി 2000 ആണ്ടുകൾക്ക് മുമ്പ് പാലസ്തീൻ മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചപ്പോൾ തിരിച്ചറിയാതെ നിരസിച്ചപ്പോൾ ഇന്ന് അവർ നായുടെ കൂട്ടത്തിലായി നിങ്ങളും ഞാനും യേശു മുഖാന്തരം മക്കളുടെ കൂട്ടത്തിലായി. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ പേരാണ് കൃപ. അർഹതയില്ലാത്ത നിനക്കും എനിക്കും ദൈവം തന്ന സഹായം. കൃപ. അൺമെരിറ്റഡ് ഫേവർ. അൺമെരിറ്റഡ് ഫേവർ. അപ്പൊ നായികൾ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവിന്റെ സെൻസ് ദൈവം നൽകിയിട്ടും ദൈവത്തെ തിരിച്ചറിയുവാൻ മെനക്കെടാത്ത കൂട്ടം നായികൾ. സൂക്ഷിക്കണം. നിന്റെ വീട്ടിലുണ്ട്, നിന്റെ പള്ളിയിലുണ്ട്, ഭരണകൂടത്തിലുണ്ട്, കോടതിയിലുണ്ട്, എവിടെയുമുണ്ട്. തിരിച്ചറിഞ്ഞ് നിന്റെ ജീവിതം വിജയകരമായിരിക്കണമെങ്കിൽ അവരെ ദൈവ പൈതലേ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. രണ്ടാമത്, നായ്കളുടെ സ്വഭാവം നമ്മുടെ വീട്ടിലുള്ള ഒന്നാം തരം ഭക്ഷണം നായ്ക്ക് കൊടുക്കത്തില്ല, മിച്ചമുള്ളതിനെ നാം എറിഞ്ഞു കൊടുക്കും. വേദപുസ്തകം അതുതന്നെ നമ്മ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 6-ാം വചനത്തില്, പുറപ്പാട് പുസ്തകം 22:31 വിശുദ്ധമായത് നായ്കൾക്ക് ഇട്ടുകൊടുക്കരുത്. Therefore the dog, Bible says, it is a sign of unclean. Unclean. അശുദ്ധിയുള്ളതാണ് നാം. ആമേൻ. ഹല്ലേലൂയ. ആകയാൽ ദൈവം വിശുദ്ധൻ. യോബ് 15:15 നമ്മ പഠിപ്പിക്കുന്ന സ്വർഗത്തെക്കാൾ വിശുദ്ധനാണ് യേശു. ആമേൻ. ദൈവ മക്കൾ അശുദ്ധി തിരിച്ചറിയണം, സൂക്ഷിച്ചു കൊള്ളണം. നാലാമത്, സദൃശവാക്യം 26:11 വചനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 2 പത്രോസ് 2-ാം അധ്യായം 22-ാം വചനത്തിൽ, a dog, Bible says, returns to his own vomit. സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞ് അത് വീണ്ടും ചാപ്പിടുന്നതാണ് നാം. ഛർദിക്കും, വേണ്ടാമെന്ന് ഛർദിക്കും, വീണ്ടും അത് ചാപ്പിടും. ആമേൻ. ഭോഷത്വം ആവർത്തിക്കുന്നവർ, ഭോഷത്വം ആവർത്തിക്കുന്നവർ മാനസാന്തരപ്പെട്ടു എന്ന് പറയും, വീണ്ടും അത് സാപ്പിടും. വീണ്ടും ഫാൾസ് റിപ്പന്റൻസ്. ബൈബിളിലെ പൗലപ്പോസ്തലൻ ക്ലിയറായി നമ്മ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർ 3:2 ഫാൾസ് സർക്കംസിഷൻ.
പരിച്ഛേദനം, കള്ള പരിച്ഛേദനം. ശരീരത്തിന്റെ ഒരു ഭാഗം, ജഡത്തിന്റെ ഒരു ഭാഗം മാംസം അറുത്തു മാറ്റും. അതാണ് പരിച്ഛേദനം. അത് അറുത്തു മാറ്റുകയും ജഡത്തിന്റെ സ്വഭാവം വിടാതെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നവർ നായ്കളുടെ കൂട്ടം. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൽ വന്ന് മാനസാന്തരപ്പെട്ട് നേരായിക്കൊള്ളാം. വിളക്ക് കത്തുകയില്ല, ഉത്സവപ്പറമ്പിൽ മുട്ടുകുത്തത്തില്ല, സാമിയെ കുമ്പിടത്തില്ല, വിഗ്രഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല, ചാരായം വേണ്ടാം, വേഷിത്തനം വേണ്ടാം, യേശു മാത്രം മതി എന്ന് മാനസാന്തരപ്പെട്ട് തീരുമാനമെടുത്ത് 1-2 ആഴ്ചകൾ വീണ്ടും അതിലേക്ക് മടങ്ങുന്ന അറുത്ത് തള്ളി പക്ഷെ സ്വഭാവം വിട്ടില്ല. അവരാണ് നായ്കളെ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ എല്ലാരും കൈകൾ ഉയർത്തി ശബ്ദമായി ബലമായി ലോകത്തിൻ താങ്ങുകൾ ലോകക്കാർ എല്ലാരും കൈവെടിഞ്ഞിടുമ്പോ സ്വന്ത സഹോദര അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. റഗ്ഗാലൻ ജനശാലത ടി 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 അഭിഷേക ടി. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളവർ എഴുന്നേൽക്കുക. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളവർ എഴുന്നേൽക്കുക. മറ്റവർ കൈകളെ ഉയർത്തി കൈകളെ തട്ടി കണ്ണുകൾ അടച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവേ, ഇവരിൽ നിന്ന് സഭയുടെ മെത്രാന്മാർ എഴുന്നേൽക്കട്ടെ. ഇവരിൽ നിന്ന് IAS പദവി വഹിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഇവരിൽ നിന്ന് CM എഴുന്നേൽക്കട്ടെ. ഇവരിൽ നിന്ന് മാജിസ്ട്രേറ്റും ജഡ്ജസും എഴുന്നേൽക്കട്ടെ. ഇവരിൽ നിന്ന് പവർഫുൾ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. അരുതാത്ത സ്വഭാവം ഇവരെ വിട്ടു മാറട്ടെ. കൊള്ളരുതാത്ത സ്വഭാവം ഈ കുഞ്ഞുങ്ങളെ വിട്ടു മാറട്ടെ. ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു. ഹൃദയത്തെ നേരെയാക്കുന്ന ദൈവത്തിന്റെ പവർ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്നു. റഗ്ഗാല ജഞ്ചനശാലത. ടച്ച് ആൻഡ് ബ്ലസ്, ടച്ച് ആൻഡ് ബ്ലസ്, ടച്ച് ആൻഡ് ബ്ലസ്. തൊട്ട് അനുഗ്രഹിക്കണം, തൊട്ട് അനുഗ്രഹിക്കണം അപ്പ, തൊട്ട് അനുഗ്രഹിക്കണമേ. തീ ഇറങ്ങുന്നു. അഭിഷേകം നൽകണമേ. ഈ യുവതലമുറയ്ക്ക് അഭിഷേകം ഇപ്പോൾ ഇപ്പോൾ രാജാ നൽകണമേ. ഈ വാരിടിയിൽ വണ്ടീരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാണ്ട പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഓ വാരിടിയിൽ വണ്ടീരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാണ്ട പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം. ആമേൻ, 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 ആമേൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. യാവരിലും ദൈവമേ നന്ദി, നന്ദി.
ഇരിക്കാം. അഞ്ചാമത് 1 തിമോത്തിയോസ് 4 അധ്യായം 16 തന്റെ പ്രിയ ആത്മീയ ശിഷ്യൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലപ്പോസ്തലൻ എഴുതുന്നു, മകനെ നീ നിന്നെ സൂക്ഷിക്കുക. കൈകളെ ഉയർത്തി. ഗാർഡ് യുവർസെൽഫ്, ഗാർഡ് യുവർസെൽഫ്. മനുഷ്യരെ സൂക്ഷിക്കുക, ആകാട്ട വേലക്കാരനെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. നായുടെ കൂട്ടത്തെ സൂക്ഷിക്കുക. വെറുക്കേണ്ട പാപത്തെ വെറുക്കുക. എതിർത്ത് നിൽക്കേണ്ട പേയോട് ദൈവ പൈതലെ എതിർത്ത് നിൽക്കുക. സ്നേഹിക്കേണ്ട അരുമനാഥന് ഉള്ളു തുറന്ന് പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക. എന്നാൽ നീ ജയിക്കും, നീ ജയിക്കും. നിന്റെ തലമുറ ജയിക്കും. നീ കാൽ പതിക്കുന്ന ദേശവും വീടും സഭയും ജയിക്കും. ആറാമത്തെ മർമ്മം തിമോത്തിയോസിന് എഴുതുന്ന, മകനെ നീ നിന്നെ സൂക്ഷിച്ചുകൊള്ളുക. പശ്ചാത്തലം ഭയങ്കരം. പൗലപ്പോസ്തലൻ ഉല്ലാസം നിറഞ്ഞ് എഴുതുന്ന വാക്കല്ലാതെ കണ്ണീരോട് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എവ്രി വൺ ഫ്ലഡ് മീ. എല്ലാ പേരും എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയി. മകനെ, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന തേമാസ് എന്നെ വിട്ടുപോയി. ജാൺ മാർക്കോസിന്റെ ചരിത്രം നിനക്കറിയാമല്ലോ. അവനും ഇപ്പോൾ എന്നോടൊപ്പം ഇല്ല. മരുന്നിന് സീലാസ് മാത്രം എന്നോട് കൂടെ ഉണ്ട്. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ കാണിച്ച കൃത്രിമം നിനക്കറിയാമല്ലോ. അവൻ എന്റെ പ്രസംഗത്തിന് ഇടർച്ച വളർത്തി. ഐ ആം ലെഫ്റ്റ് അലോൺ. എനിക്ക് ആരുമില്ല, കുടുംബവുമില്ല, മക്കളുമില്ല. ദൈവമക്കൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് മരുന്നിന് സീലാസ് ഉണ്ട്. തിമോത്തിയോസേ, നീ നിന്നെ സൂക്ഷിക്കുക. എവ്രി വൺ ഫ്ലഡ് മീ. കൂട്ടിന് എനിക്ക് ഉള്ളത് ഞാൻ മൂടുന്ന പുതപ്പ് മാത്രം. അധ്യായത്തിൽ പൗലോസ് കണ്ണിനോട് എഴുതുന്നു, ബ്രിങ് ദാറ്റ് ക്ലോക്ക് ടു മീ, ബ്രിങ് ദാറ്റ് ക്ലോക്ക് ടു മീ. ഞാൻ മൂടിക്കിടക്കുന്ന പുതപ്പും എനിക്കിപ്പോൾ ഇല്ല, അതിനെ കൊണ്ടുവരിക. തിമോത്തിയോസേ, നീ നിന്നെ സൂക്ഷിക്കുക. നഷ്ടപ്പെട്ടു പോകരുതേ. എന്റെ സഹോദരങ്ങളെ, നമുക്കുള്ളത് ഒരേ ഒരു ആയുസ്. That should not be lost. That should not be lost. 2017 ദൈവം നമുക്ക് കനിഞ്ഞു തന്നിരിക്കുന്നു. സൂക്ഷിക്കേണ്ടതിന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല. ആമേൻ. നീ നിന്നെ സൂക്ഷിക്കുക. എങ്ങനെ? പാപം ചെയ്യാതെ, ഹല്ലേലൂയ, അന്യായം ചെയ്യാതെ, കള്ളും പ്രാന്തിയും കുടിക്കാതെ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. അപ്പന്റെ മക്കളിൽ ഒരു കുഞ്ഞ് ജോസഫ്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 39 പാപം ചെയ്ത് മറവിൽ ഉല്ലാസമായിരിക്കാൻ ഒരു സന്ദർഭം ലഭിച്ചിട്ടും അവന്റെ ഉള്ളു കത്തി നിലവിളിച്ച്, ഹൗ കാൻ ഐ സിൻ അഗൈൻസ്റ്റ് മൈ ഗോഡ് ഇൻ ഹെവൻ. സ്വർഗത്തിലെ യഹോവ ദൈവത്തിന് വിരോധമായി ഞാൻ എങ്ങനെ പാപം ചെയ്യും? ഉടുത്തിരുന്ന ഉടുപ്പ് നഷ്ടപ്പെട്ടെങ്കിലും കാത്തു സൂക്ഷിച്ച വിശുദ്ധി അവൻ നഷ്ടപ്പെടുത്തിയില്ല, വിട്ടുഓടി. he guarded himself. ജോസഫ് സൂക്ഷിച്ച് ദൈവം പ്രധാനമന്ത്രിയാക്കി. ഹല്ലേലൂയ.
ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന വാഗ്ദത്ത രാജ്യം ഒറ്റുനോക്കുവാൻ 2 ഒറ്റന്മാര് ജോഷുവ അയച്ചവർ രാഗാബ്. ജോഷുവ 2-1 വചനത്തിലെ രാഗാബ് എന്നുള്ള വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ തങ്ങി വിശ്രമിച്ച് എങ്കിലും വേശ്യയോട് കൂടെ കിടന്നില്ല. അതാണ് വിശുദ്ധി. സ്വയം കാത്ത് സൂക്ഷിച്ചു. പൗലപ്പോസ്തലൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട സ്വർഗത്തിലെ ദൈവത്തിന്റെ കൺമണി അപ്പോസ്തലൻ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 9 കൃപാവരമും അദ്ദേഹത്തിൽ നിന്ന് ഒഴുകും. നിഴൽ പെട്ടാൽ സവിക്കാം. ഒന്ന് നോക്കിയാൽ ബന്ധനത്തിലായിരിക്കുന്ന ആളിന്ന് ഭൂതം അലറി അടിച്ച് ഓടും. ആ പൗലോസ് എഴുതുന്നു, ഐ ഗാർഡ് മൈസെൽഫ്. 1 കൊരിന്ത്യർ 15:37 വചനത്തിലെ പൗലോസ് എഴുതുന്നു, ഐ ഗാർഡ് മൈസെൽഫ്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഐ ഡിസിപ്ലിൻ മൈ ബോഡി. ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, ദൈവസന്നിധിയിൽ തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് എന്റെ സ്വന്തം ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിക്കുന്നു. ഐ പുട്ട് ഇറ്റ് സബ്ജക്ഷൻ. ആമേൻ. നീ നിന്നെ തന്നെ കാത്തുകൊള്ളുക. സിന്നത്ത് നോട്ട്. അതിന്റെ അർത്ഥം കിങ് സാലമൻ എഴുതുന്ന 2 വാക്കുകളിൽ സഭാപ്രസംഗി 5-ാം അധ്യായം 1-ാം വചനത്തിലെ ഗാഡ് യുവർ ഫുട്സ്റ്റെപ്പ്, കാലുകൾ കാത്തു സൂക്ഷിക്കുക. ആമേൻ. ഹല്ലേലൂയ. യെസ്രാ ശാസ്ത്രി എന്നുള്ള ദേവഭക്തൻ എഴുതുന്നു, എങ്ങനെയാണ് സ്വയം കാത്തു സൂക്ഷിക്കുന്നത്? സങ്കീർത്തനം 119:59 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പഴയ വഴികളെ വിചാരിച്ചു എന്റെ കാലുകളെ കർത്താവിന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തിരിക്കുന്നു. കാലുകൾ കള്ളുകടയിലല്ല, ദുരുപദേശത്തിലേക്ക് അല്ല, ദൈവം മുമ്പാൽ ദൈവം അല്ലാത്ത സാത്താന്റെ മാർഗത്തിലേക്ക് അല്ല. എന്റെ കാലുകള് ദൈവത്തിന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തിരിക്കുന്ന. കാലുകൾ തിരിയണമെങ്കിൽ യോബ് 31:1 കണ്ണ്. സഭാപ്രസംഗി 5:2 നിന്റെ നാക്ക്. ഹല്ലേലൂയ. ദാനിയേൽ 1:8 നിന്റെ ഹൃദയം. റോമർ 6:13-19 നിന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം. 2 കൊരിന്ത്യർ 10:5 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു മനസ്സിലെ വിചാരം. ഇതെല്ലാം പുട്ട് അണ്ടർ യുവർ സബ്ജക്ഷൻ. നിന്റെ നിയന്ത്രണത്തിലാകണം. അതാണ് നിന്നെ തന്നെ സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഇതെല്ലാം നീ സൂക്ഷിക്കണമെങ്കിൽ, നിന്റെ നിയന്ത്രണത്തിലാകണമെങ്കിൽ, ഇതെല്ലാം നിയന്ത്രിക്കുന്ന പ്രിയമുള്ളവര് ഒരു മനുഷ്യന്റെ ഹൃദയം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആ ഹൃദയത്തിന്റെ ഉള്ളേ സങ്കീർത്തനം 119:11 വചനം നമ്മ പഠിപ്പിക്കുന്ന പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. ഈ ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ വിടരുത് സഹോദരങ്ങളെ. ഉള്ളില് സംഗ്രഹിക്കണം. ആമേൻ. കാത്തിരിக்கிறேன். ബൈബിൾ ഒന്നുകൂടെ ഊന്നി കിങ് സാലമൻ മുഖാന്തരം സദസഭയ്ക്ക് 4:21 ദൈവവചനം, ദൈവത്തിന്റെ ചട്ടം. കിങ് സാലമൻ എഴുതുന്നു സദസഭയ്ക്ക് 4:21 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ നടുവിൽ. ആമേൻ. വയ്ക്കേണ്ടത് സിനിമ സ്റ്റോറിയല്ല, പള്ളി രാഷ്ട്രീയമല്ല. വയ്ക്കേണ്ടത്
നീ കേട്ട ദൈവാത്മാവിന്റെ നിറവിൽ നിന്നെ കേൾപ്പിച്ച ദൈവത്തിന്റെ ശബ്ദം ദൈവ പൈതലെ ഹൃദയത്തിന്റെ നടുവിൽ വച്ചാൽ നീ തെറ്റിപ്പോകത്തില്ല. Your body shall be under your subjection. Hallelujah. അവസാനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആവർത്തനം 6-ാം അധ്യായം 12-ാം വചനത്തിലെ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന യഹോവ ദൈവത്തെ മറക്കാതിരുപ്പാൻ നീ സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഈ ദൈവത്തെ മറക്കരുത്, നീ മറക്കരുത്. മരണ നാളിക വരെ ഈ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. മറന്നാൽ പിന്മാറും. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ജെറേമിയ 3:21 ഇഫ് യു ഫർഗെറ്റ് യു ഷാൽ ബാക്ക്സ്ലൈഡ്. ഈ ദൈവത്തെ മറന്നാൽ, ഇവൻ ചെയ്ത നന്മകൾ നീ മറന്നാൽ നീ പിന്മാറും. നീ പിന്മാറിയാൽ the contact with God shall be cut off. ദൈവമായുള്ള ബന്ധം അറ്റുപോകും. ആമേൻ. ദൈവമായുള്ള ബന്ധം അറ്റുപോയാൽ നിന്റെ ദേഹി മരിക്കും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആ മർമ്മമാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന. ഒരു കൊമ്പ് എന്ന പോലെ പുറത്ത് കളഞ്ഞിട്ട് കൊമ്പ് ഉണങ്ങിപ്പോകും, നിന്റെ ദേഹി ചത്തുപോകും. എഫേസ്യർ 2:1 അതാണ് പൗലോസ് എഴുതുന്നത്, പാപങ്ങളാൽ മരിച്ചവർ എന്നാൽ അക്കരയിൽ എത്തിച്ചേരും എന്ന് ഒരു പ്രത്യാശയും ഇവിടെ വച്ച് തന്നെ നഷ്ടപ്പെടും. സൂക്ഷിക്കുക. സൂക്ഷിക്കേണ്ടതിന് സൂക്ഷിക്കുക. 17-ാം നൂറ്റാണ്ടിൻ നടുവിൽ ഇംഗ്ലണ്ട് മഹാരാജ ചാൾസ് രണ്ടാമവൻ ജീവമരണ പോരാട്ടത്തിലായി. രാജാവിനെ കാണാൻ ആ കാലഘട്ടത്ത് പ്രസിദ്ധനായ നിരീശ്വരവാദി, ദൈവം എല്ലാ എന്ന് പ്രസ്താവിച്ച് നടക്കുന്ന ഇംഗർഷാൽ ആസ്പത്രിയിൽ എത്തി. അവിടെ ചെന്നപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലായത് സന്ദർശകർ ആരെയും രാജാവ് കാണുന്നില്ല. പക്ഷെ ഇംഗർഷാൽ വന്ന് എന്ന് അറിഞ്ഞപ്പോൾ ചാൾസ് രണ്ടാമൻ കിങ് പറഞ്ഞ് അദ്ദേഹത്തെ മാത്രം അകത്തു വിടുവാൻ. ഇത് അറിഞ്ഞ ഇംഗർഷാലിന് സന്തോഷം. ഇംഗർഷാൽ എന്നെ മാത്രം കാണാൻ മനസ്സ് തുറന്ന രാജാവിന് നന്ദി പ്രകടിച്ചപ്പോൾ രാജാവ് ഇംഗർഷാലിനോട് പറഞ്ഞ്, എന്നെ കാണാൻ വന്ന സ്നേഹിതന്മാർ പലരും ക്രിസ്തുവിലായവരാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇവിടെ കണ്ടില്ല എങ്കിലും ഞങ്ങൾ അവിടെ വെച്ച് കാണും. അതാണ് അവരെ ഇവിടെ കാണേണ്ടാമെന്ന് പറഞ്ഞയച്ചത്. താങ്കളുടെ അവസ്ഥ അതല്ല. ഇങ്ങനെ പോയാൽ പരിപാടി പോക്കാണ്. നമുക്ക് അവിടെ വെച്ച് കാണുമെന്നുള്ള ഒരു ഉറപ്പും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങയെ ഇവിടെ വെച്ച് കാണാൻ ഞാൻ അനുവാദം നൽകുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിത്യതയിൽ നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോ? നീ എന്തിനു ഇവിടെ വന്ന്? ചിലർ ബൈബിൾ കയ്യിലെ തൊടാറേ ഇല്ല. പുത്താണ്ടിന്റെ ആദ്യ ആരാധന എന്റെ ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അടിച്ചു വിടുന്നതല്ല. ഉറപ്പുണ്ടോ? അത് നേടിയാൽ മറ്റതല്ല നിന്റെ പുറകെ വരും. നിന്റെ പുറകെ വരും. യേശുവിനെ കണ്ടുമുട്ടിയ വിദ്വാൻമാർ മത്തായി 2:10 നമ്മ പഠിപ്പിക്കുന്ന, സുദേശത്തിൽ എത്തിച്ചേരുവാൻ തിരഞ്ഞെടുത്തത് വേറെ വഴി. എഴുന്നേൽക്കാം. ആ വചനം ശബ്ദിക്കണം നിന്റെ ഉള്ളിൽ. എഴുന്നേൽക്കാം. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, ആത്മാവിൽ നിറഞ്ഞ്
എല്ലാവരും എല്ലാവരും വാ തുറന്ന് വാ തുറന്ന് വാ തുറന്ന് ശബ്ദമായി ശബ്ദമായി ശക്തിയോട് 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 റഗ്ഗാലജന്ധനദബ ഓറാബാലജഞ്ചനശ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ദൈവമേ നന്ദി 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 കർത്താവേ നന്ദി യാവരും 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 നിങ്ങളുടെ ശരീരത്തിൽ നൂലോ ചരടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക പൊട്ടിച്ചു കളയുക കുറുക്ക് മാർഗം തിരഞ്ഞെടുക്കരുത് കുറുക്ക് മാർഗം തിരഞ്ഞെടുക്കരുത് യേശുവിന്റെ മാർഗം മതി കൈകൾ ഉയരട്ടെ ബലമായി അഗ്നി വ്യാപരിക്കുന്നു അഗ്നി വ്യാപരിക്കുന്നു യേശുവേ നിലവിളിച്ചാട്ടെ യേശുവേ നിലവിളിച്ചാട്ടെ യേശുവേ കൈകൾ ഉയർത്തി കൈകളെ തട്ടി യേശുവേ യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ വെൽക്കം ആൻഡ് അക്സെപ്റ്റ് ഹിം വെൽക്കം ആൻഡ് അക്സെപ്റ്റ് ഹിം വെൽക്കം വെൽക്കം ജീസസ് എന്റെ ഹൃദയം തിറക്കുന്നു എന്റെ ഹൃദയം തിറക്കുന്നു എന്റെ ഹൃദയം അങ്ങേക്ക് ഞാൻ തിറക്കുന്നു ഹൃദയം തിറക്കുക വെറുക്കേണ്ട പാപം വെറുക്കുക എതിർക്കേണ്ട പിശാചിനെ എതിർക്കുക സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കുക ക്രിസ്തുവിനെ സ്നേഹിക്കുക ലവ് ജീസസ് ലവ് ജീസസ് അഗ്നി 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 ആത്മനിറവ് ആരും അലസതയോട് കല്ലുപോലെ ഇവിടെ നിൽക്കരുത് കണ്ണും തുറന്ന് അങ്ങുമങ്ങ് നോക്കി അലസതയോട് ആര് നിൽക്കരുത് വാ തുറന്ന് നിലവിളിച്ചാട്ടെ കട്ടുക ദൈവ പൈതലേ കട്ടുക ദൈവ പൈതലേ കട്ടുക ദൈവ പൈതലേ ഓ യേശുവാൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ കൺമണിയാം ദൈവ പൈതലേ കട്ടുക ആത്മാവിൽ കട്ടുക അഗ്നിയിൽ കട്ടുക ദൈവശക്തിയിൽ കട്ടുക കട്ടുക ഭയം മാറുന്നു ചിലർക്ക് ഭയങ്കര ഭയമാണ് നടക്കാൻ കിടക്കാൻ ഉറങ്ങാൻ കാര്യങ്ങളിൽ ഇടപെടുവാൻ ജോലിക്ക് പോകുവാൻ ഒറ്റയ്ക്ക് പോകുവാൻ ദൂരസ്ഥലത്ത് പോകുവാൻ നിങ്ങളെ കാർന്ന് തില്ലുന്ന പേയുടെ അടയാളമായ ഭയം ഇപ്പോൾ മാറിപ്പോകുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഓ നിന്റെ ഉള്ളിൽ അവൻ ആർപ്പിടുവിൻ 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 ടി 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 അമ്പിളി അമ്പിളി ഒട്ടുമൊത്തമായി പേയ അന്നും ഇന്നും സേവിക്കുന്ന ഇരുളിന്റെ കുടുംബത്തിൽ നിന്ന് ഗോത്രത്തിൽ നിന്ന് മുത്തുപോലെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട അമ്പിളി നിന്റെ തലമുറ എന്റെ ദൈവം തന്റെ സേവകന്മാർ മുദ്രയിടുന്നേ റഗ്ഗ ലഞ്ജന ശകാലകം ധനദബ രന്ധന ഓ ഓ ഓ മാധവൻ നായർ മാധവൻ നായർ കരള് പഴുത്ത് എത്തിരിക്കുന്ന മകന് കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്ന് യേശുവിൻ നാമത്തിൽ ശപിക്കും
healing power, healing power, healing power. സുരേന്ദ്രൻ, മക്കളുടെ പഠിത്തത്തിന് നിലവിളിക്കുന്ന സുരേന്ദ്രൻ, കുഞ്ഞുങ്ങളെ കർത്താവ് തൊടുന്ന് നിങ്ങളെ സ്പർശിക്കുന്നു. അഭിഷേക യാവരിലും നന്ദി 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 നന്ദി. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ ഏറ്റമാട് തായടെ നീക്കത്ര ആനന്ദോ. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ ഏറ്റമാട് തായടെ നീക്കത്ര ആനന്ദോ. എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എന്റെ പവർ ഒന്ന് കാണുവാൻ, വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും ഓ തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. അഭിഷേകത്തി 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 യാവരിലും. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.